വെയിലത്തെ ഡേ കണ്ടാലോ എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് വീഡിയോ എടുത്തത്. പക്ഷേ ഇപ്പോൾ ഇടുന്നത് ഇപ്പോൾ ചൊവ്വാഴ്ച ആയിട്ടുണ്ട്. അന്ന് ഞായറാഴ്ച കൊണ്ട് ഏതാണ്ട് ഒരു 10-11 മണിയായപ്പോൾ എണീറ്റ് വന്നത്. കാരണം ആർക്കും പോകും വേണ്ട ഒന്നും പണിയില്ലല്ലോ. അന്ന് ഡാൻസ് ക്ലാസ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലേറ്റ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പമ്പിളിമാനൊക്കെ ബ്രെഡ് ടോസ്റ്റും നമ്മുടെ കട്ടൻ ചായ ജിസ്നബേർഡ് ഒയം കിട്ടി. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. നമ്മുടെ പാണ്ടയുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതാണ്. ഞാനൊരു പാണ്ട ലോവറാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്പിളിമാവൻ്റെ ചേച്ചി വീഡിയോ കോൾ വിളിച്ചു. എന്നെപ്പോലെ തന്നെ എൻ്റെ ചേച്ചിയും വളർന്നു വരുന്നത് യൂട്യൂബറാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും കൂടി ഇരുന്ന് പറയുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇനി പുറത്ത് പോകണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഇടിയായി കുറേ തുള്ളലായി ഡാൻസായി അങ്ങനെ പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് ഓരോ കുനിഷ്ഠകളാണ്. ഇത് കണ്ടില്ലേ ഓരോന്ന് കിടന്ന് കാണിക്കുന്നത്. അങ്ങനെ അങ്ങ് പോകും കേട്ടോ. ഞങ്ങൾ ബിരിയാണി നമ്മൾ ബിരിയാണി ചിക്കൻ നല്ല സ്വകാര്യമായിട്ടാണ് എനിക്ക് സ്വകാര്യം പറഞ്ഞ ഇഷ്ടം. അപ്പം ഞാനൊന്ന് സുന്ദരിയാവാൻ പോവാണ്. വേണ്ട അതൊക്കെ ഉണ്ടായിരുന്നു. മുടിയൊക്കെ വെട്ടി പിന്നെ എന്താണ് ചിക്കൻ വാങ്ങണം, ബിരിയാണി ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് സ്പെഷ്യലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ കാണാം. ബൈ. അങ്ങനെ കരളിൻ്റെ വാതിൽ തന്ന 3 ആളും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ വാങ്ങണം, സിനിമയ്ക്ക് മുടി വെട്ടണം, അങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. ഇത് ഇറങ്ങുമ്പോൾ തന്നെ ഏതാണ് എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇത് എപ്പോൾ കഴിക്കാനെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങി അവിടെ പോയി ജിസ്നബൈനെ മുടി വെട്ടാൻ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ ആ ടൈം കൊണ്ട് പോയിട്ട് ചിക്കൻ വാങ്ങാമെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് തന്നെ മാർക്കറ്റ്. അങ്ങനെ നേരെ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചിക്കനൊക്കെ വാങ്ങി ഇറങ്ങി. അങ്ങനെ വന്ന വഴിക്ക് ചില്ലും കൂട്ടിയിരുന്ന സാധനങ്ങളൊക്കെ ചേച്ചി കാണിക്കുന്നത് കണ്ട് പിന്നെ അതൊക്കെ വാങ്ങി കഴിക്കേണ്ടത് മോശമാവില്ല. അങ്ങനെ ഉണ്ട് നമ്മുടെ ഉള്ളിവട, കുറച്ച് ഉന്നക്കായ, ഒരു ഉന്നക്കായ, അങ്ങനെ പിന്നെ എന്തോ മസാല ബോണ്ട, അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ റൂമെത്തി. ജിസ്നബൈ നേരെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ പൊതിയാൻ വേണ്ടിയിട്ടിരുന്നു. ആ ഓഫീസിലുള്ള എല്ലാവരുടെയും ഗിഫ്റ്റ് പൊതിയാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓഫീസിലെ ഒഫീഷ്യൽ പൊതിച്ചിൽക്കാരിയാന്ന് തോന്നുന്നു. അതിനിടയ്ക്ക് ഒരു സബോള എരിയുന്നുണ്ട്. നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ പരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജിസ്നബയ്ക്ക് മിക്സ് ചെയ്തിട്ട് പ്രാന്താട്ടെ ഇങ്ങനെ വണ്ടി റേസ് ചെയ്തുകൊണ്ടേ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, അരപ്പ് റെഡിയായി, നമ്മുടെ ചോറ് വെന്തു. അങ്ങനെ ചോറ് ഊറ്റി പിന്നെ നമ്മളൊന്ന് ദം ഇട്ട് വെച്ചു. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ സെറ്റായിരിക്കണമല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് ചീമനിലേക്ക് കഴിക്കാൻ വിചാരിച്ചു. നല്ല വിശപ്പുണ്ടേ. പിന്നെ നമ്മൾ കുറച്ച് ചീമനിലേക്ക് കഴിച്ചുള്ളൂ. കാരണം അദ്ദേഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാക്കിൻ്റെ തുമ്പഴത്തെ ഒരു കനച്ചോറൊരു സംഭവം വരുമല്ലോ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ട് കുറച്ച് ചീമനിലേക്ക് അവിടെ നിന്ന് കഴിച്ചു. നമുക്ക് കണ്ണൻ ഉപ്പിലിട്ടിട്ട് കൊണ്ട് തന്ന കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ കൊതി വരുന്നു, വിശക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് മാത്രമേ മുട്ടയുള്ളൂ, കാരണം അവർക്കൊന്നും മുട്ട വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ മുട്ടയും ചീമനെല്ലിക്കയും, എല്ലാവരും ചീമനെല്ലിക്ക എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചീമനെല്ലിക്ക എന്നാണ് പറയുന്നത്, ചിലർ ലവലോലിക്കാന്നും പറയും. അങ്ങനെ ചീമനെല്ലിക്കയുടെ അച്ചാറും ആ തൈരും ആ മുട്ടയും അരപ്പും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഒന്ന് ഫോട്ടോ വെച്ച് പോകുന്ന വിചാരിച്ചു. കാരണം നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയപ്പോൾ ഫോട്ടോ വെച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വൈബ് പിടിക്കാൻ ഓർത്ത് നേരെ ഇറങ്ങിയതാണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ന്യൂ ഇയർ വരെയൊക്കെ നല്ല തിരക്കുണ്ടാവും. അങ്ങനെ ഒരുവിധ ബ്ലോക്കൊക്കെ താണ്ടി നമ്മളങ്ങ് അപ്പുറം എത്തി. പിന്നെ ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ ഒരു മൂടൽ മഞ്ഞൊരു സംഭവം, ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു മൂടൽ മഞ്ഞൊരു സംഭവമില്ലേ, അത് വിഷാന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും. എന്താ സംഭവം ഒന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അത് നേരെ പോയപ്പോൾ അവിടെ പള്ളിപ്പെരുന്നാൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഒരു പരിപാടി ആയിട്ടത് എന്താ സംഭവം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് നമ്മളവിടെ ഒരു അപർണ ബാബുവിൻ്റെ വയലിൻ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് കയറി അത് കാണാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പരിപാടിയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ വെച്ച് ലൈറ്റൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ക്രിസ്മസ് വൈവൊക്കെ പിടിച്ചും, ക്രിസ്മസും ന്യൂ ഇയറും എല്ലാ വൈവൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ നടന്ന് പിന്നെ നമ്മൾ നേരെ നമ്മുടെ പനമ്പള്ളി വന്ന് ഏലത്തിൽ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ സ്ഥിരം സ്പോട്ടാണ്. അതുകൊണ്ട് പിന്നെ പയ്യെ നമ്മൾ വിട്ടു കാണാം, നമുക്ക് പിറ്റേ ദിവസം പോകണമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞായറാഴ്ച ശേഷം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.